നമുക്കിപ്പോൾ ഒരുപാട് പരസ്യം വരുന്നുണ്ട്. പല ഹിയറിംഗ് എയ്ഡ് കമ്പനി, ഒരു കമ്പനിക്ക് തന്നെ പല ബ്രാൻഡ്സ്. ശരിക്കും ഏറ്റവും നല്ല ബ്രാൻഡ് ഏതാ ഹിയറിംഗ് എയ്ഡിൻ്റെ കാര്യത്തിൽ? നല്ല ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഇന്നതാണ് നല്ലത് ബ്രാൻഡ് എന്ന് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഓക്കെ, ഒരുപാട് പരസ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലുമാണ്. അത് ഞാനും സമ്മതിക്കുന്നു. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഓഡിയോളജിസ്റ്റിന് അടുത്ത് പോയിട്ട് നല്ലൊരു ക്ലിനിക്ക് ചൂസ് ചെയ്തിട്ട് അവരുടെ അടുത്ത് പോയി നമ്മളൊരു ഹിയറിംഗ് എയ്ഡ് ട്രയൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രയൽ എടുക്കുമ്പോഴത്തേനും അവരിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവർ നോർമലി ഒരു ട്രയൽ തരും. അതായത് ഹിയറിംഗ് എയ്ഡ് വെച്ച് നമുക്ക് നോക്കാനുള്ളൊരു ഓപ്ഷൻ തരും. ചിലവർക്ക് എ എന്ന് പറഞ്ഞൊരു ബ്രാൻഡായിരിക്കാം ബെറ്ററായിട്ട് തോന്നുക, ചിലവർക്ക് വേറെ ഇന്നൊരു ബി എന്ന് പറഞ്ഞ ബ്രാൻഡായിരിക്കാം ബെറ്ററായിട്ട് തോന്നുന്നത്. അപ്പം നമ്മൾ ട്രയൽ എടുത്തതിന് ശേഷമായിരിക്കും നമുക്ക് എപ്പോഴും ഏതാണ് എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. അപ്പം അവരതിനകത്ത് കുറേ ഫീച്ചേഴ്സ് പറയും, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അവർ പറഞ്ഞുതരാം. അപ്പം ഇതിനെല്ലാം നമ്മൾ ഇനി വേറെ കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാട്ട് ഈസ് അവർ നീഡ്സ്, നമുക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പോൾ ആ സെനാരിയോസ് എല്ലാം, നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നതെല്ലാം നമ്മളൊരു ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുമ്പോഴത്തേനും അതിനെ എല്ലാം കൂടെ വെച്ചിട്ടായിരിക്കും അവർ ഈ ഒരു ബ്രാൻഡ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, മക്കളെല്ലാവരും പുറത്തുള്ളവരാണ്, പേരൻസ് മാത്രമാണ് നാട്ടിൽ. മുന്നേ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ് ആയിരിക്കും കൂടുതൽ സജസ്റ്റ് ചെയ്യുക. അപ്പം ആ ഒരു സെനാരിയോ ആണെങ്കിൽ മക്കൾ വിളിക്കുന്നത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഫോൺ വഴിയായിരിക്കും. ഇങ്ങനെയുള്ളവർക്ക് എപ്പോഴും ബ്ലൂടൂത്ത് കൂടെ കണക്ഷൻ ഈ റീചാർജബിലിറ്റിയുടെ കൂടെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ ദാറ്റ് ഇപ്പോൾ അവരുടെ ഫോൺ പെയർ ചെയ്ത് അന്നേരം കേൾപ്പിക്കാം നമുക്ക്. അപ്പോൾ അവർക്ക് കുറച്ച് നമ്മൾ ഒരാൾക്ക് ഇത് ഇങ്ങനെയാണ്, ഇതിന് നല്ല ക്ലിയർ ആയിരിക്കും എന്ന് പറയുന്നതിലും നല്ലത് ആ ഹിയറിംഗ് എയ്ഡ് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പം അവർക്ക് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പം അവർക്ക് ആദ്യത്തെ ഒരു ബ്രാൻഡ് അത്രയ്ക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തില്ല എങ്കിൽ ദേ ക്യാൻ ഓപ്റ്റ് ഫോർ അനദർ ബ്രാൻഡ്. അപ്പം സിമിലർ ഫീച്ചേഴ്സ് ഉണ്ടാകാം, ചിലപ്പോൾ ബെറ്റർ ഫീച്ചേഴ്സ് ആയിരിക്കാൻ വരുന്നത്. അപ്പം അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം എപ്പോഴും ഒരു ഹിയറിംഗ് എയ്ഡ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇന്നൊരു ബ്രാൻഡിൽ നിന്ന് ഞാൻ സ്പെസിഫൈ ചെയ്തെടുത്ത് ഞാൻ പറയുന്നില്ല. ഓരോരുത്തർക്കും അവരുടെ പ്രയോറിറ്റീസും അവരുടെ ലൈഫ് സ്റ്റൈലും എല്ലാം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുക.